ഹലോ, എല്ലാവർക്കും ഇവോറ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഓണക്കാലമല്ലേ, അപ്പം നമുക്ക് ഒരു ഓണം സ്പെഷ്യൽ പട്ടുപാവാട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് വേണ്ടത് രണ്ട് മെഷർമെൻ്റാണ്. ഒന്ന് സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത്ത്, മറ്റൊന്ന് വേസ്റ്റ് റൗണ്ട്. ഞാൻ ചെയ്യുന്ന സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് 32 ഇഞ്ചസ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 3 ഇഞ്ചസ് ലൂസിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്, എന്നാലേ നമുക്ക് സ്കേർട്ട് ശരിക്കും ഇടാൻ പറ്റുള്ളൂ. എൻ്റെ സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് 40 ഇഞ്ചസ് ആണ്. ഇവിടെ ഞാൻ 38.5 ഇഞ്ചിൽ സ്കേർട്ട് ചെയ്യും, പിന്നെ ബാൻഡിന് 1.5 ഇഞ്ച് വിഡ്ത്തും വരും. അങ്ങനെ ടോട്ടൽ എൻ്റെ സ്കേർട്ട് 40 ഇഞ്ചസ് ആവും. ഈ 38.5 കൂടെ ഒരു 1/2 ഇഞ്ചസും കൂടി സീം അലവൻസ് കൂട്ടി ഞാൻ 39 ഇഞ്ചസ് വിഡ്ത്തുള്ള ക്ലോത്താണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ 3 ഇരട്ടി ലെങ്ത്തുള്ള ക്ലോത്ത് വേണം എടുക്കാൻ, എന്നാലും നമുക്ക് നല്ല ഫ്രില്ല് വെച്ചിട്ട് നല്ല സ്കേർട്ട് ഉണ്ടാക്കാൻ പറ്റും. വേസ്റ്റ് ബാൻഡിന് വേണ്ടി നമ്മുടെ വേസ്റ്റ് റൗണ്ടിനേക്കാളും 1-2 ഇഞ്ച് കൂടുതൽ നീളത്തിൽ ക്ലോത്ത് എടുക്കണം. പിന്നെ ഒരു 4 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്താണ് ഞാൻ ഇവിടെ എടുത്തത്. അതിന് 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് പോകും. ബാക്കി വരുന്നത് 3 ഇഞ്ചായിരിക്കും. അത് നമ്മൾ നടുവിലേക്കൂടെ മടക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് വിഡ്ത്തുള്ള വേസ്റ്റ് ബാൻഡ് കിട്ടും. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഈ സ്കേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ടിഷ്യൂ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തത്. ഇതിന് 3 മീറ്റർ നീളമുണ്ട്, 39 ഇഞ്ചസ് വിഡ്ത്തും ഉണ്ട്. തുണി വിരിച്ചു വെച്ചു. ഇതിൻ്റെ 2 സൈഡിൽ ഞാൻ ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, നൂല് വലിഞ്ഞു പോകാതിരിക്കാൻ. നമുക്ക് തുണിയിൽ ഇനി മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. 1 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി എല്ലാ സ്ഥലത്തും 2 ഇഞ്ച് 2 ഇഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് നല്ല ഫ്രിൽസ് ഒരേ വിഡ്ത്തിൽ കിട്ടും. ഞാനിവിടെ 2 ഇഞ്ച് വിഡ്ത്തിലുള്ള ഫ്രിൽസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് 3 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മളിത് ഫുള്ള് മാർക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഈ 1 ഇഞ്ച് സീം അലവൻസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 3 മാർക്കിങ്ങിലാണ് അടുത്ത ഫ്രില്ല് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് മാർക്കിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ മടക്കിയെടുത്ത് നമ്മൾ 3ാമത്തെ മാർക്കിങ്ങിൻ്റെ മേലെ വെക്കണം. അപ്പോൾ നടുക്ക് വരുന്ന മാർക്കിങ് ഇതിൻ്റെ ഫ്രില്ലിൻ്റെ സെൻറ്ററിലായിട്ട് വരും. എന്നിട്ട് നമ്മൾ അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുക. ഇനി ഇതുപോലെ അടുത്ത 3 മാർക്കിങ്ങിലാണ് നമ്മൾ ഫ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മാർക്കിങ് എടുത്ത് ഇതുപോലെ മടക്കി 3ാമത്തെ മാർക്കിങ്ങിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുക. ഇനി ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തത് മുഴുവൻ ഫ്രില്ലാക്കിയെടുത്ത് പിൻ ചെയ്ത് വെക്കുക. ഇപ്പം നമ്മളിത് മുഴുവൻ പിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പം കറക്റ്റ് വേസ്റ്റ് റൗണ്ടും അതിൻ്റെ കൂടെ സീം അലവൻസും കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ബാൻഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ബാൻഡ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വേസ്റ്റ് ബാൻഡിൻ്റെ മെഷർമെൻറ്റ് പ്രകാരം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലോത്ത്. ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ചീത്ത വശവും ബാൻഡിൻ്റെ നല്ല വശവും ചേർത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി തിരിച്ച് വെച്ചിട്ട് ഈ ബാൻഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് 1/2 ഇഞ്ച് മടക്കി നമ്മൾ ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്കേർട്ടിൻ്റെ 2 നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു 5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ബാക്കി ഭാഗം ജോയിൻ ചെയ്തെടുക്കുക. ഈ ബാൻഡിൻ്റെ അകത്തുകൂടി ഒരു നാടയും കൂടി ഇട്ടെടുത്തു. അങ്ങനെ നമ്മുടെ
പട്ടുപാവാട റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പിന്നീടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.